ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. സായുധ തേജിന്റെ 18ാമത്തെ പടത്തിന്റെ കാർണേജ് നല്ലൊരു സംഭവം എന്ന് പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലിംസ് ആയിട്ട് ഒരു വീഡിയോ ആണ്. എന്തായാലും പടത്തിന്റെ പേരിട്ടുള്ള സംബരാള 80 ഗാട്ടു എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. എന്തായാലും ഒരു പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വിടുതലെ പാർട്ട് 2 എന്ന് പറഞ്ഞ 7 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സെൽവരാഗിന്റെ അടുത്ത പടത്തിന് അനൗൺസ്മെന്റ് 6 വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ധനുഷ എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ലാറ എന്ന് പറഞ്ഞിട്ടുള്ള ജനുവരി 3 2025 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മർദാനി 3 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. റാണി മുഖർജിയുടെ 2026 പടം പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബച്ചാല മല്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ട്രെയിലർ നാളെ വരാൻ പോവാണ്, എന്നുവെച്ചാൽ ഡിസംബർ 14 പിന്നെ ബോഗൻവില്ല എന്ന് പറഞ്ഞ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ബോഗൻവില്ല എന്ന് പറഞ്ഞ പടം സോണി ലിവിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞിട്ടുള്ള പടം മനോരമ മാക്സിലൂടെ ഇന്ന് സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ സംക്രാന്തി വസ്തുന എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് വെങ്കടേഷിന്റെ ബർത്ത്ഡേ വെച്ചതുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ 3rd സിംഗിൾ വരാൻ പോവാണ്. ബെൻഡോബാസ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. നാളെയാണ് പാട്ട് വരാൻ പോകുന്നത്. പിന്നെ പത്തല്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് പുറത്തിറങ്ങിയത് ആമസോൺ പ്രൈമിലൂടെ. അപ്പോൾ അതിന്റെ പുതിയ സീസൺ വരാൻ പോവാണ്. അപ്പോൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് പുതിയ പോസ്റ്റർ വന്നു. പിന്നെ മെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥിന്റെ പടത്തിന്റെ റിലീസ് എന്നാണ്. അപ്പോൾ ഫ്രം ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ ആനന്ദ് ശ്രീവാലിന്റെ തിയേറ്ററിൽ 33 ദിവസം ഓടിയേണ്ട ഒരു പോസ്റ്റർ ഉണ്ട്, അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ എന്നാണ് വരികയെന്ന് പറഞ്ഞിരുന്നു. അതിന് ദുൽഖർ സൽമാൻ ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 6 മണിക്കാന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ഇപ്പോഴും അറിയിച്ചിട്ടൊന്നുമില്ല. പിന്നെ പല്ലൊട്ടി 90s കിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു. ആ പടത്തിന്റെ OTT റിലീസ് മനോരമ മാക്സിലൂടെ ഡിസംബർ 18 ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ടുള്ള നണ്ടപൂർ ബാലകൃഷ്ണൻ അഭിനയിക്കുന്ന പടത്തിലത്തെ ഫസ്റ്റ് സിംഗിളിന്റെ പ്രൊമോ ഒന്ന് പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. പ്രൊമോ കേട്ടിട്ട് നല്ല രസമുണ്ട്. എന്തായാലും പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ള ഡാക്കു സിറേജ് എന്നാണ്. നാളെയാണ് പാട്ട് ഫുള്ളായിട്ടുള്ള പുറത്തിറങ്ങുക. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാണിന്റെ പടത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് ഈ ഡിസംബർ 22 കൂടിയിട്ട് കഴിയുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേമാതിരി തന്നെ ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഫസ്റ്റ് സിംഗിളും മേക്കിംഗ് വീഡിയോ ഒക്കെ പുറത്തിറക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. മിക്കവാറും ന്യൂ ഇയറിനൊക്കെ ആയിട്ട് ആയിരിക്കാം ഫസ്റ്റ് സിംഗിളൊക്കെ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേക്കിംഗ് വീഡിയോ. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള അസുവലിന്റെ പടത്തിന്റെ റിലീസ് ജനുവരി 9 എന്നുള്ള കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിരുന്നു. എന്തായാലും അതിന്റെ ടീസർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എപ്പോഴാണ് വരിക എന്നുള്ള അറിയില്ല. എന്തായാലും വൈകാതെ തന്നെ പുറത്തിറങ്ങും, കാരണം അടുത്ത മാസമാണ് പടത്തിന്റെ റിലീസ്. എന്തായാലും മമ്മൂട്ടിയും ആസിഫലിയും കൂടിയിട്ട് നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ദുബായിൽ കിട്ടിയിട്ടുള്ള ഫോട്ടോസാണ്. എന്തിന്റെ ഭാഗമായിട്ട് കണ്ടുപിട്ടിട്ടുള്ളതെന്ന് അറിയില്ല. പിന്നെ രോഹിത് ഷെട്ടിയുടെ കോപ്പി യൂണിവേഴ്സിൽ പെട്ട ലാസ്റ്റ് ഇറങ്ങിയ പടമാണ് സിംഗം അഗൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടം അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ റെന്റിന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോർമൽ റിലീസ് ഡിസംബർ 27 വരിക. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ UAE ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. മുന്നേ ഞാൻ കാണിച്ചിരുന്നതാണ്, ഒഫീഷ്യലായി വന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഗണ്ണ് ഓടിച്ചിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റർ ഇപ്പോൾ ഒഫീഷ്യലി പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വേറെ പോസ്റ്റർ കൂടി ഇറക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ഡേറ്റ് കൺഫേം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റേഴ്സാണ്. വേറെ പോസ്റ്റർ എന്ന് വെച്ചാൽ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ആൾ ഈ മരം മുറിക്കുന്ന മെഷീനും പിടിച്ചിങ്ങനെ നിൽക്കണതാണ്. അടിയിൽ കുറേ ആൾക്കാരുടെ തല വെട്ടിയിടുകയും കയ്യൊക്കെ വെട്ടിയിട്ടുള്ള കാണിക്കുന്നുണ്ട്. എന്തായാലും രണ്ടും ഗംഭീര പോസ്റ്റേഴ്സ് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള ഇതിൽ കാണിച്ചിട്ടുണ്ട്. 2 പോസ്റ്റേഴ്സിലും അടിയിൽ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിയാൻ വിക്രമിൻ്റെ 63ാമത്തെ പടം അത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത് ശാന്തി ടോക്കീസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 3 ഇന്ന് രാവിലെ 11 മണിക്ക് അനൗൺസ് ചെയ്യുന്നുള്ളത്. അതാണ് ചിയാൻ 63. മഡോനാഷി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. എന്നുവെച്ചാലും മണ്ടേല അതേമാതിരി ഈ പ്രൊഡക്ഷൻ കമ്പനിന്റെ ഫസ്റ്റത്തെ പടം എടുത്ത് മാവീരൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവാർത്തിന്റെ പടം എടുത്ത ആളാണ്. എന്തായാലും അത് രണ്ടും നല്ല പടം തന്നെയായിരുന്നു. അപ്പോൾ ഇതും ഗംഭീരമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ചിയാൻ വിക്രമിന്റെ റിലീസ് ആവാനുള്ള പടം വീരധീരസൂരൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. അതാണ് ചിയാൻ വിക്രമിന്റെ 62ാമത്തെ പടം. അപ്പോൾ 63ാമത്തെ പടം മഡോനാഷി എടുക്കുന്ന പടമായിരിക്കും. എന്നുവെച്ചാൽ അടുത്ത പടം അത് തന്നെയായിരിക്കും. പിന്നെ അല്ലു അർജുൻ്റെ അടുത്ത് വരാൻ പോണ ത്രിവിക്രമാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടാക്കരും കൂടി 4ാമതായി ഒന്നിക്കുന്ന പടമാണ്. ആ പടത്തിന്റെ പ്രൊമോ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് ഈ ജനുവരിയിലും മാർച്ചിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാണ്. എന്തായാലും ഇപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ അല്ലു അർജുൻ അറസ്റ്റ് ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, പുഷ്പയുടെ ഒരു ഇതിനായിട്ട് വന്നപ്പോൾ തിരക്കിൽ പെട്ടിട്ട് ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്താലും വലിയ കാര്യമില്ല, കാരണം അവർ വന്നുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായി. തിരക്കുണ്ടാവും എന്നുള്ള അവർക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ലാത്തി ചാർജ് ചെയ്തപ്പോഴാണ് കുട്ടി മരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ കേട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇത് ചെയ്താൽ ശരിയാണോ അല്ലേ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്താൽ ശരിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.